എല്ലാവർക്കും തന്നെ വൈച്ചാപ്സ് മൊബൈൽ ഏണിങ്സിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് എയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഡ്രാൻ പറ്റുന്നത് ഇതിലെന്താ ഒരു ഫാർമിംഗ് പോലെയാണ് ഇതിൽ എന്താ ഒരു ഗെയിം എല്ലാം തന്നെ വരുന്നത്. ഞാൻ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതിയാകും. വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നത് മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബെല്ലേ കാണും. ആ ഒരു ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നോട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലാണ് കിടക്കാൻ പോകുന്നത്. ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോട്ട് കൊടുത്തിട്ടോ അതേപോലെ കൺബുക്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ഡൗൺലോഡ് ആയിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ലോഗിൻ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു മൊബൈൽ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറാണ് നിങ്ങളുടെ ബൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. ആ താഴെ കാണുന്ന സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊടുത്ത നമ്പർ OTP വരും. ആ OTP നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ തൊട്ടതായി കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് പറയും. നിങ്ങളുടെ ആ പാസ്വേഡ് നമ്പർ മാത്രം വരുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന കൂടെ അക്കൗണ്ട് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. സോ നിങ്ങളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിന്ന് കുറേ ഗെയിംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമെല്ലാം തന്നെ കളിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ വിഡ്രോയിനായിട്ട് വരുന്നത്. ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്ന ഹാപ്പി ഫാർമർ എന്നൊരു ഗെയിം ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഹാപ്പി ഫാർമർ നിങ്ങൾക്ക് മെയിൻ പേജിൽ കാണാൻ പറ്റും. ആ ഒരു ഗെയിമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗെയിം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് എയിം ചെയ്യും പറ്റുന്നത് കറക്റ്റായിട്ട് തന്നെ ഒരു പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു കൃഷി മോഡലിലാണ് ഒരു ഫാർമിംഗ് മോഡലിലാണ് ഇതിലെന്താ ഒരു ഗെയിം അല്ലാതെ തന്നെ ഈ ഒരു ഇതിൽ ഹാപ്പി ഫാർമർ എന്ന ഗെയിം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് എന്താ ഒരു വിത്ത് വാങ്ങുന്നു. ആ ഒരു വിത്ത് നമ്മളിവിടെ നടന്നു. ആ നടന്ന് കിട്ടുന്നത് വരുന്ന റിട്ടേൺസ് നമുക്ക് എന്താ ഇതിൽ ഡയറക്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ബാലൻസിലോട്ട് ആടാകുന്നതായിരിക്കും. ഇത് ഇതേപോലെ തന്നെയാണ് നമ്മളത് ഒരു വിത്ത് നടും. അതൊരു ടൈം കാണിക്കും. ആ ഒരു ടൈം തീരുമ്പോൾ നമുക്ക് എന്താ ഇതേപോലെ എന്താ കൂവിതെടുക്കാൻ പറ്റുന്നതായിരിക്കും. അത് കൂവിതെടുക്കുന്ന നമുക്കത് ബാലൻസ് ആയിട്ട് നമ്മുടെ വാൾട്ടോട്ട് ആടാകും. ആ ഒരു ബാലൻസ് നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. നമുക്ക് ഡെയിലി സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് ഒരു വിത്ത് ഇട്ടാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അതുകൂടാതെ നമുക്കിവിടെ എന്താ മറ്റുള്ളവരുടെ എന്താ ഇതിലോട്ട് പോയിട്ട് അവർ ചെയ്തിരിക്കുന്ന കൃഷി നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റുന്നത്. അത് ആ ഒരു ബാലൻസ് നമുക്കിവിടെ എന്താ നമ്മുടെ വാലറ്റിലോട്ട് വിഡ്രോവൽ ബാലൻസിലോട്ട് ഡയറക്റ്റ് കയറുന്നതായിരിക്കും. നമുക്ക് അതും വിഡ്രോ ആയിട്ട് വരുന്നത്. നമുക്കിവിടെ ലാൻഡ് അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ ഒരു കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ നിങ്ങളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് നമുക്കിവിടെ എന്താ ഒരു ലാൻഡ് കാണും. ആ ഒരു ലാൻഡ് നമ്മൾ ബൈ ചെയ്യണം. അപ്പോൾ അതിൽ ഒരു ലാൻഡ് മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ കിട്ടുന്ന ഒരു ലാൻഡാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൃഷി ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഷോപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്കതാ അതിൽ ആ ഒരു കൃഷി ചെയ്യാനുള്ള സീഡ്സ് നമുക്കിവിടെ ആയിരിക്കും കിട്ടുക. നമുക്ക് ചെറുത് മുതൽ വലിയ എമൗണ്ട് വരെയുള്ള സീഡ്സ് എല്ലാം തന്നെ ഇതിൽ അവൈലബിൾ. ഇപ്പോൾ ചെറിയൊരു സീഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ എമൗണ്ട് എല്ലാം തന്നെ ചെറുതാണ്. 0.8 1.5 രൂപയിലാണ് മാക്സിമം അതിൽ വരുന്നത്. 5 രൂപയാണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു സീഡിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. നമുക്ക് റിട്ടേൺസും അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. 65 28 എല്ലാം തന്നെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് തൊട്ടുപുറത്തായിട്ട് അനിമൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താ അനിമൽ വാങ്ങിച്ച് നമുക്ക് അതൊന്ന് റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ പശു വാങ്ങിക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 8000 രൂപയോളം നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിലെല്ലാം തന്നെ ഇതാ നമ്മൾ ഇത് വാങ്ങി എന്നിട്ട് വേണം നമുക്കിത് എന്താ ഒരു റിട്ടേൺസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കി വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കൗ ഉണ്ട്, ചിക്കൻ ഉണ്ട്. അനിമൽ എന്ന പാർട്ടിനകത്ത് ഈ 2 ഉള്ളത്. പിന്നെ പ്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൽ എന്താ കൂടുതലായിട്ടുള്ള ഒരു എന്താ ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാനായിട്ട് വരും. നമുക്ക് ഹെൽമെറ്റ് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ എത്ര രൂപയാണോ ഇല്ല അതിൻ്റെ വില നമുക്കിവിടെ പറയാനും പറ്റും. അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ട്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനും ഇത് ആപ്പിൾ മരം പോലെയാണ് നമുക്കിത് വാങ്ങാൻ പറ്റുന്നത്. നമുക്കതിന് 5000 രൂപയാണ്. അതിൽ ഇൻകം വരുന്നത് 120 രൂപയാണ് അവർ വച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സീഡ് നമ്മളിപ്പോൾ 0.8ൻ്റെതാണ് അത് വാങ്ങിച്ചു വെച്ചാൽ നമുക്കൊരു 10 മണിക്കൂർ ടൈമറാണ്. ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കൂവിതെടുക്കേണ്ടി വരും. ആ ഒരു കൂവിതെടുക്കുമ്പോൾ നമുക്കിത് 1.2 രൂപയുടെ നമുക്ക് വാലിലോട്ട് കിട്ടുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. എല്ലാ ഐഡിയയും ഒരേപോലെ തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെയിലി റിവാർഡ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഡെയിലി ഇതിലെന്താ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ ചെറിയ വിത്തുകൾ നമുക്കിതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഡെയിലി ഇതിൽ കയറി ക്ലൈം ചെയ്യുക. പിന്നെ ഫാം ടാസ്ക് എന്ന ഓപ്ഷൻ നിങ്ങളൊരു ടാസ്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിസീവ് എന്ന് കാണും. അപ്പോൾ നിങ്ങളെന്താ ഈ റിസീവ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ബാലൻസ് നമുക്കിവിടെ വാലിലോട്ട് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന ടാസ്കിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു ഇത് നമുക്ക് റിസീവ് ഡെയിലി നമുക്കിതിൽ റിസീവ് ചെയ്യേണ്ട ഓപ്ഷൻ എടുത്ത് നിങ്ങളിതിൽ തന്നെ റിസീവ് ചെയ്യുക.
പിന്നെ നമുക്കുള്ളത് എന്താ, നമുക്കിവിടെ ലാൻഡ് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ റിട്ടേൺ വന്നിട്ട് നിങ്ങൾ ഹോം പേജിൽ നമുക്കിവിടെ എന്തായാലും ഒരു ലാൻഡ് വാങ്ങുന്നത് നമുക്കിവിടെ ബാലൻസ് വേണം. നമ്മുടെ വാർഡിലെ ആ ഒരു ബാലൻസ് വേണം. നിങ്ങളുടെ വാർഡിൻ്റെ ആ ഒരു ബാലൻസ് എത്രയാണ് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ എത്ര വേണേലും മിനിമം ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 200 രൂപയാണ് ഇവരിപ്പോൾ വെച്ചിട്ടുള്ളത്. വേറെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മിനിമം ബാലൻസ് 100 രൂപയാണ് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 100 രൂപ ആഡ് ചെയ്ത് 10% എക്സ്ട്രാ എല്ലാം തന്നെ ഇവർ പറയുന്നത് നമുക്കത് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഒരു ഏതാണോ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങളത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് ക്യാഷ് എന്ന ഓപ്ഷൻ കാണും. ഈ ഒരു ആഡ് ക്യാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലുള്ള ഏത് ആപ്പാണോ നിങ്ങൾക്കത് ഇതേപോലെ സെലക്ട് ചെയ്ത് നമുക്കത് പേ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ വാർഡിലോട്ട് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ മണി ആഡ് ചെയ്ത ശേഷം നമുക്കിവിടെ ഈ ഒരു വീണ്ടും ഒരു ഗെയിമിലോട്ട് കടന്നിട്ട് നമുക്കത് ലാൻഡ് വേണമെങ്കിൽ അവിടെ 40 ഓരോ ലാൻഡിനും 40 രൂപ വെച്ചാണ് കൊടുക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മൊത്തത്തിലൊരു 4-5 ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇതിൽ എഴുതി കാണും. നമ്മൾ പുതുതായിട്ട് കളിക്കുന്ന ആളായതുകൊണ്ട് നമുക്കവിടെ എഴുതി കാണിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിലൊരു 5-6 തന്നെ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൽ ഒരു വിത്ത് വാങ്ങാനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വാങ്ങുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ പോകാം. ഷോപ്പിൽ പോയിട്ട് ഏതാണോ നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എത്ര വേണോ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ 6 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ വരും. അത് വന്നിട്ടുണ്ട്. നമ്മൾ ബൈ ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിടാം. അല്ല നമുക്കത് ഒരുമിച്ച് അത് വെച്ചാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ കൃഷി ചെയ്യാനുള്ളത്. ഇത് നമുക്കിവിടെ ഓരോന്നും ടിക്ക് ചെയ്ത് നോക്കാൻ ഇവിടെ കാണാം. ഒരു 10 മണിക്കൂർ ടൈം അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കയറി നമുക്കത് കൊഴുതെടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് കൊഴുതെടുത്ത് നമുക്ക് ഇതിൻ്റെ ബാലൻസ് നമ്മുടെ വാലറ്റിലോട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓരോന്നിനും 0.8 വെച്ച് നമ്മളിപ്പോൾ ചെയ്തെങ്കിൽ 1.2 ഓരോന്ന് നമുക്ക് ഇവിടെ റിട്ടേൺ കിട്ടും. സോ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം മിക്കവാറും 10 മണിക്കൂർ ടൈം ആയിരിക്കും. ആ ഒരു ടൈം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇട്ട ആ ഒരു വിത്ത് ഇതേപോലെ നിങ്ങൾക്ക് വളർന്ന് കാണുന്നതായിരിക്കും. അത് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ കൊഴുതെടുക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് എടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് കൊഴുതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഏണിങ്സ് നിങ്ങളുടെ വാലറ്റിലോട്ട് വിഡ്രോൾ ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അത് കൂടാതെ നിങ്ങൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് മണി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് ഒരു പ്ലാൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ദിവസത്തെ നിങ്ങൾക്ക് 7 ദിവസത്തെ പ്ലാനാണ് നിങ്ങളിപ്പോൾ നോക്കുന്നതെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് ഏതെങ്കിലും വെച്ച് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ 100 രൂപ ഡെപ്പോസിറ്റ് ആകും. അതേപോലെ ഡെയിലി നമുക്കതിന് കിട്ടുന്ന 1.8% നമുക്ക് റിട്ടേൺ ആയിട്ടും ടോട്ടൽ ഡെയിലി നമുക്ക് 12.6 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ 15 ദിവസത്തേനാണ് താഴെ 500 രൂപയുടെ ആണ് ഇവർ വച്ചിട്ടുള്ളത്. അപ്പോൾ 500 രൂപ വെച്ച് നമുക്ക് 2% ഇങ്ങോട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു അമൗണ്ടിൻ്റെ 2% കൂടുതലായിട്ട് നമുക്കിതിൽ ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുക. ടോട്ടലായിട്ട് 150 രൂപ നമുക്കിതിൽ അധികമായിട്ട് കിട്ടും. 500 + 150 ഇവർ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്ലാനെല്ലാം തന്നെ താഴെ അമൗണ്ട് കൂടി തന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമുക്കിതിൽ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിതിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര റിട്ടേൺസ് പേ ബാക്ക് 50 ദിവസത്തേക്കാണ് ഇവർ വച്ചിട്ടുള്ളത്. എല്ലാത്തിനും 50 താഴെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും നിങ്ങളെല്ലാം നോക്കി വേണം എന്ത് വേണേൽ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഞാൻ ആ ഒരു ആപ്പിൽ തന്നെ പറഞ്ഞാണ് നിങ്ങൾക്ക് ഒരു ആപ്പിൾ മരം വാങ്ങാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഒരു ആപ്പിൾ മരത്തിൽ ഇപ്പോൾ അതിൽ ആ ഒരു ആപ്പിന് കൊടുത്തിരിക്കുന്ന 5000 രൂപ നമുക്കിപ്പോൾ ഒന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ പേ ബാക്ക് നമുക്ക് ഡെയിലി 120 രൂപ വെച്ച് കിട്ടും. 2 നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 10000 രൂപ വെച്ച് നിങ്ങൾക്ക് 240 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് എത്രത്തോളം വാങ്ങുന്നു അത്രത്തോളം നമുക്ക് ഇതിൽ റിട്ടേൺ കിട്ടുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഡെയിലി കിട്ടുന്ന റിട്ടേൺസാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് പശു വാങ്ങുന്നതിൻ്റെയും അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് 8000 രൂപ നിങ്ങൾക്ക് ഒരു പശു വാങ്ങാൻ ചിലവാകും. അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഡെയിലി 150 രൂപയായിരിക്കും. 2 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 16 രൂപ വരെ അത് നിങ്ങൾക്ക് ഡെയിലി ഇൻകം നിങ്ങൾക്ക് 300 രൂപയാവും. ഇതെല്ലാം തന്നെ ആക്റ്റീവ് ആയിരിക്കും 54 ദിവസമായിരിക്കും ഇവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ പ്രൈസ് ആ ഒരു ഇതിൽ 1000 രൂപയാണ് ഒന്നിന് വരിക. 2000 രൂപ വരും. റിട്ടേൺ വരുന്നത് ഡെയിലി നിങ്ങൾക്ക് 24 രൂപ. മറ്റേതിനാണ് 2 വാങ്ങിച്ച് 48 രൂപയാണ് ഇതിൽ റിട്ടേൺ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ഇതിൽ പിന്നെ ഇതിൽ നിങ്ങൾക്ക് വിഡ്രോ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വിഡ്രോ ഓപ്ഷൻ കാണും. ആ ഒരു വിഡ്രോ ഓപ്ഷൻ ക്ലിക്കുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് കാർഡ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണും. നിങ്ങൾ ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്കുന്നത് നിങ്ങൾ അക്കൗണ്ട് നെയിം ബാങ്ക് അക്കൗണ്ട് IFSC കോഡ് ഇതൊക്കെ എൻ്റർ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. ഇവിടെ മിനിമം നിങ്ങൾക്ക് 200 രൂപയാണ് ആ വിഡ്രോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് 200 രൂപ റീച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ആയിട്ട് വരുന്നതായിരിക്കും. വിഡ്രോ എമൗണ്ട് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറിനടുത്ത് നിങ്ങളുടെ ബാങ്കിലോട്ട് ഒരു കറക്റ്റായിട്ട് തന്നെ ആഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഇതിന് എന്തൊക്കെയൊക്കെ ഡൗട്ടുകൾ ഈ വീഡിയോയിൽ കമൻറ്റ് തരിക. സോ താങ്ക് ഫ്രണ്ട്സ്.